എപ്സ്റ്റീന്റെ കൂട്ടുകാരിയായിരുന്ന ഗിലിയൻ മാക്സ്വെലും ചേർന്ന് നിരവധി ചെറിയ പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വല വീശി പിടിച്ച് ഉന്നതർക്ക് കാഴ്ചവെച്ചു എന്നുള്ളതാണ് എപ്സ്റ്റീൻ ഫയൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ അതിൽ കഴിഞ്ഞ ഏപ്രിലിൽ ആത്മഹത്യ ചെയ്തൊരു ഇരയുണ്ട്. അവരുടെ ഒരു പുസ്തകം അവർ മരിച്ചു കഴിഞ്ഞിട്ടാണ് പുറത്തു വരുന്നത്. പുറത്തു വരുന്ന പുസ്തകത്തിൽ അവരൊരു പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്നെ ഏറ്റവും ക്രൂരമായി ആക്രമിച്ച, റേപ്പ് ചെയ്ത ആൾ ഈ പ്രൈം മിനിസ്റ്ററാണ്. അപ്പൊ ആ പ്രൈം മിനിസ്റ്റർ പേര് അവരെവിടെയും പറയുന്നില്ല. അതായത് ഞാൻ വേദനിച്ച് കിടന്ന് പൊളയുമ്പോൾ അതായിരുന്നു അയാളെ ഹരം കൊള്ളിച്ചിരുന്നതെന്നാണ് അവർ പറയുന്നത്. എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വരുമ്പോൾ, ഞാൻ കരയുമ്പോൾ അത് അയാളെ ഉന്മത്തരാക്കുമായിരുന്നു എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവരാ പേര് പറയുന്നതിലും അത് ആരാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. കാരണം എപ്സ്റ്റീനുമായി ബന്ധമുള്ള ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് യഹൂദ് ബറാക്കാണ്. അപ്പോൾ യഹൂദ് ബറാക്ക് എപ്സ്റ്റീനുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ചിത്രങ്ങൾ, രേഖകൾ, ഇമെയിലുകൾ, കോൺടാക്ട് ലിസ്റ്റുകൾ, ഡയറികളൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനെ ലീക്ക് ചെയ്തു വന്നൊരു വിവരമാണ് ഇന്ത്യയിലുള്ള ചില ആളുകൾ ഈ എപ്സ്റ്റീന്റെ ലിസ്റ്റിലുണ്ട് എന്നുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ സന്ദർശനം നടന്ന സമയത്ത് മോദിയുമായി ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്സ്റ്റീൻ ട്രംപിന്റെ വിദേശ സ്റ്റീവ് ബാനോന് അയക്കുന്ന ഒരു ഇമെയിലാണ്. അപ്പോൾ സ്റ്റീവ് ബാനോനെ സമ്മർദ്ദം ചെലുത്താണ്. അതായത് മോദിയുമായി നിങ്ങൾ ലിങ്ക് ചെയ്യണം, നിങ്ങൾ ബന്ധം സ്ഥാപിക്കണമെന്ന് പറയുകയാണ്. നമുക്കറിയാം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുമായി നല്ല ഊഷ്മള ബന്ധത്തിലാണ് ഇന്ത്യ ഉള്ളത്. ഒരുപക്ഷം മോദി ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയിട്ടുള്ളത് രാജ്യവും അമേരിക്കയായിരിക്കും. അപ്പോൾ സ്റ്റീവ് ബാനോനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എപ്സ്റ്റീൻ അയക്കുന്ന മെയിലിലുള്ള ഒരു വിവരം ഇതാണ്: നിങ്ങൾക്ക് ചൈനയും ഇന്ത്യയും ഒരേപോലെ മാനേജ് ചെയ്യേണ്ടി വരും. കാരണം ചൈന നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയെ കൂടെ നിർത്തേണ്ടി വരും എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു നയതന്ത്ര പ്രശ്നം സ്റ്റീവ് ബാനോന് എപ്സ്റ്റീനെതിരെ അയക്കണം, ഒരു ഇമെയിൽ അയക്കണം എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പൊ എപ്സ്റ്റീൻ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. പെൺകുട്ടികളെ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന, അവരെ മറ്റുള്ളവർ കാഴ്ചവെക്കുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. ഏതൊക്കെയോ മാർഗ്ഗങ്ങളോട് ദുരൂഹമായ സാഹചര്യത്തിൽ പണം ഉണ്ടാക്കിയ ഒരു ഫിൽത്തി റിച്ച് മനുഷ്യനാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ അയാൾ എന്തിനാണ് മോദി വരുന്നു, മോദിയുമായി മീറ്റപ്പ് നടത്തണമെന്നാണ് സ്റ്റീവ് ബാനോന് മെയിൽ അയക്കുന്നത്? ഇപ്പോൾ നമ്മുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി അദ്ദേഹത്തിന്റെ കോൺടാക്ടിനെ സംബന്ധിച്ച് മെയിലുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഹർദീപ് സിംഗ് പുരി മന്ത്രി ബിജെപിയിൽ ചേരുന്നതിന് മുമ്പ്, 2014 ബിജെപി ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള യുഎനിലേക്കുള്ള സ്ഥിരം പ്രതിനിധിയായിരുന്നു. അങ്ങനെ ഒരാളുമായി എന്തിനാണ് ജെഫ്രി എപ്സ്റ്റീൻ ബന്ധം വയ്ക്കുന്നത്? യഹൂദ് ബറാക്കും ജെഫ്രി എപ്സ്റ്റീൻ തമ്മിൽ എന്താണ് ബന്ധം? അനിൽ അംബാനിയുമായുള്ള മീറ്റപ്പിനെ കുറിച്ചുള്ള അദ്ദേഹം എന്താണ് അനിൽ അംബാനിയും എപ്സ്റ്റീൻ തമ്മിൽ ബന്ധം? ഈ ചോദ്യത്തിന് ഉത്തരം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, എപ്സ്റ്റീൻ കേവലം ഒരു പീഡോഫൈൽ അല്ല, അയാൾ ഒരു മൊസാദ് ഏജന്റാണ്. അയാൾ ഇസ്രായേലിന്റെ ലോബിയിങ്, ഹൈ പ്രൊഫൈൽ ലോബിയിങ് നടത്തുന്ന ഒരാളായിരുന്നു. അതിനുവേണ്ടി അയാൾ ഇസ്രായേലിന് പണം പറ്റിയിട്ടുണ്ടാകാം. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയുടെ വിദേശകാര്യ നയം ഇസ്രായേലിന് അനുകൂലമാക്കുന്ന തരത്തിലുള്ള ലോബിയിങ് നടത്തുന്ന, ഒരു ക്രിമിനൽ വേയിലൂടെ നടപ്പാക്കുന്ന ഒരാളായിരുന്നു എപ്സ്റ്റീൻ. അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ നൊബേൽ സമ്മാന ജേതാക്കൾ മുതൽ, ഓസ്കാർ സമ്മാന ജേതാക്കൾ മുതൽ, ഹൈ പ്രൊഫൈൽ രാഷ്ട്രീയക്കാർ മുതൽ, ഈവൻ ഡൊണാൾഡ് ട്രംപ് വരെ അദ്ദേഹത്തിന്റെ അതിഥിയായിരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ക്രൈം ചെയ്തു, റേപ്പ് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അയാൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ക്വസ്റ്റനാണ് ഇന്ന് അമേരിക്കയിലെ ഏറ്റവും ഹോട്ട് ഡിബേറ്റ് ടോപ്പിക്. അത് തന്നെയാണ് എപ്സ്റ്റീൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്നുള്ളത് മാത്രമല്ല, അമേരിക്ക ചെയ്യുന്ന യുദ്ധങ്ങൾ ആർക്ക് വേണ്ടിയാണ്, അമേരിക്കയുടെ വിദേശ നയത്തിന്റെ ആനുകൂല്യം പേർന്ന രാജ്യം ഏതാണ്?